ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ്, ആസാദ് ടവർ, താഴെപ്പാലം, തിരൂർ. താനൂരിലെ ബോട്ട് ദുരന്തം മന്ത്രി വി അബ്ദുറഹ്മാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് UDF നടത്തിയ പ്രക്ഷോഭ റാലിയിൽ പ്രതിഷേധമിരമ്പി. താനൂർ ബ്ലോക്ക് ജംഗ്ഷൻ പാലത്തിന് സമീപത്ത് നിന്നും ആരംഭിച്ച റാലി നഗരം ചുറ്റി പരപ്പനങ്ങാടി റോഡിലെ ഗ്രൗണ്ടിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സംഗമം TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി മുഖ്യപ്രഭാഷണം നടത്തി. താനൂരിലെ ബോട്ട് ദുരന്തം മന്ത്രി വി അബ്ദുറഹ്മാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് UDF പ്രക്ഷോഭ റാലി സംഘടിപ്പിച്ചത്. താനൂർ ബ്ലോക്ക് ജംഗ്ഷൻ പാലത്തിന് സമീപത്ത് നിന്നും ആരംഭിച്ച റാലി നഗരം ചുറ്റി പരപ്പനങ്ങാടി റോഡിലെ ഗ്രൗണ്ടിൽ സമാപിച്ചു. 100 കണക്കിന് പ്രവർത്തകരാണ് താനൂർ തിരൂരങ്ങാടി മണ്ഡലങ്ങളിൽ നിന്നായി റാലിയിൽ പങ്കെടുത്തത്. മന്ത്രിമാർക്കും CPM-നുമെതിരെ ശക്തമായ മുദ്രാവാക്യങ്ങളാണ് റാലി ഉയർന്നത്. അനധികൃത ബോട്ട് സർവീസിന് അനുമതി നൽകാൻ ഇടപെട്ട മന്ത്രി വി അബ്ദുറഹ്മാൻ രാജിവെക്കണമെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പ്രക്ഷോഭ റാലി ആവശ്യപ്പെട്ടു. അനുമതി നൽകിയ സർക്കാരെ തുടർന്ന സംഗമം TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഉണ്ടായ ദുരന്തം എന്താ? ഈ ബോട്ട് 22 പേരുടെ 22 പേരുടെ മരണത്തിനിടയാക്കിയ മനുഷ്യനിർമ്മിതമായ ഈ അപകടത്തിന് ഈ അറ്റ്ലാന്റിക് ബോട്ട് എങ്ങനെ അറ്റ്ലാന്റിക് ബോട്ടായി മാറി? കുഞ്ഞാലിമരക്കാർ ഷഹീദ് എന്ന ബോട്ട് എങ്ങനെ അറ്റ്ലാന്റിക് ബോട്ടായി മാറി എന്നത് പരിശോധിക്കുമ്പോഴാണ് ഇതിന് പുറകിലുള്ള അഴിമതിയും കള്ളക്കഥകളും രാഷ്ട്രീയ ഇടപെടലും മന്ത്രിമാരുടെ ഓഫീസും മന്ത്രിമാരുടെ ടെലിഫോണും ഒക്കെ പുറത്തു വരുന്നത്. ഈ ബോട്ട് എങ്ങനെ കുഞ്ഞാലിമരക്കാർ ഷഹീദ് ബോട്ട് എങ്ങനെ അറ്റ്ലാന്റിക് ബോട്ടായി? മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി മുഖ്യപ്രഭാഷണം നടത്തി. വീട്ടിൽ വന്നോ? കുഴപ്പമൊന്നുമില്ല. പോലീസും ED-ഒക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പോയതാണ്. പക്ഷെ അതിന് കോടതിൻ്റെ അനുമതി ഉണ്ട്. അതല്ലെങ്കിൽ എൻ്റെ സമ്മതം വന്ന് എൻ്റെ വീട്ടിൽ കയറണം. അല്ലാതെ കയറിയോനെ എങ്ങനെ ഇറങ്ങുന്നത് എന്നൊക്കെ പറയാനില്ല. അതൊക്കെ വെറും വർത്താനാണ്. അതൊക്കെ ചെയ്തിട്ട് കാണിക്കും. വെറുതെ ഗീർവാണ പ്രസംഗം നടത്തല്ല. അതൊക്കെ ചെയ്തിട്ട് കാണിക്കും. വീട്ടിൽ വന്ന് കയറിയിട്ട് അവിടുന്ന് കാണിക്കും. ഞാൻ ഈ അബ്ദുറഹ്മാനോട് ചോദിക്കുന്നത്, മെഞ്ഞാന്നല്ലടോ ഈ CPM-ന്റെ മെമ്പർഷിപ്പ് എടുത്തത്? ഇന്നലെ തന്നെ തറയാവണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? അങ്ങനെ വല്ല ഈ മെമ്പർഷിപ്പ് എടുത്ത് ഒരാഴ്ചനുള്ളിൽ തറയായിട്ടില്ലെങ്കിൽ മെമ്പർഷിപ്പ് ക്യാൻസൽ ചെയ്യുന്നു പറഞ്ഞാൽ നമുക്കറിയേണ്ടി വയ്ക്കണം. മെമ്പർഷിപ്പ് എടുത്തതിന്റെ പിറ്റേന്ന് വെട്ടും കുത്തും വീട്ടിൽ കയറും. ഇതെന്ത് സ്വഭാവമാണോ? ഇതെന്ത് സ്വഭാവം? CPM-ലല്ലേ മെമ്പർഷിപ്പ് എടുത്തത്? പിന്നെ അങ്ങനെ സ്വാഭാവികമായിട്ട് സംഭവിക്കുള്ളൂ. അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം ഉണ്ട് റാമാനെ, നിങ്ങളിവിടെ പറഞ്ഞ ഉദാഹരണം കൂടി ഞാൻ പറയാം. എന്താ പറഞ്ഞതറിയോ? താനൂരിലെ ഇവിടെ മുഖ്യമന്ത്രി വന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. വന്നത് ഈ താനൂർ കാണിച്ച ഒരു മഹാമനസ്കതയും മര്യാദയുമാണ് എന്ന് ഞാൻ പറഞ്ഞത്. താനൂർക്കാരെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തതാണ്. കാരണം ഓക്കി ദുരന്തമുണ്ടായപ്പോൾ ഈ ഇടിവെട്ട് വീരൻ ആ പരിസരത്ത് വന്നിട്ടില്ല. വന്ന പോലെ തിരിച്ചു പോയിട്ടുണ്ട്. UDF ജില്ലാ ചെയർമാൻ PT അജയ് മോഹൻ അധ്യക്ഷനായിരുന്നു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി P അബ്ദുൽ ഹമീദ്, K കുട്ടി അഹമ്മദ് കുട്ടി, VS ജോയ്, അഷ്റഫ് കോക്കൂർ, ആര്യടൻ ഷൗക്കത്ത്, VA കരീം, PHS തങ്ങൾ, അഡ്വക്കേറ്റ് PP ഹാരിഫ്, വാസു കാരയിൽ, ഷാജി പച്ചേരി, KM ഗഫൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു. റാലിക്ക് ഉമ്മറട്ടുമൽ, O രാജൻ, KN മുത്തുക്കോയ തങ്ങൾ, MP അഷ്റഫ്, K കുഞ്ഞിമരക്കാർ, P രത്നാകരൻ, അലി തേക്കേപ്പാട്ട, VKM ഷാഫി, ഷെരീഫ് അടക്കയിൽ, AK മുസ്തഫ, Dr. UK അഭിലാഷ്, കോടിൽ അബ്ദുറഹ്മാൻ, VT സുബൈർ തങ്ങൾ, ജയരാജൻ, YP ലത്തീഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി.